നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ ആശാ വർക്കർമാരുടെ സമരവേദിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ സമരത്തെ അഭിസംബോധന ചെയ്യാൻ താൻ എത്തുകയുള്ളൂ എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പിടിവാശി കോൺഗ്രസിൽ വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചത്. ഇന്ന് തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരവേദിയിൽ നിയമസഭ കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. ആശാമാരുടെ സമരത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയപ്പോൾ തന്നെ അദ്ദേഹം ഒരു അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ചിരുന്നു. MLA എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ അടിയന്തര പ്രമേയമായിരുന്നു അത്. അതുകൊണ്ടാണ് താൻ ആശാ വർക്കർമാരുടെ സമരവേദിയിലെത്തിയതെന്നും ഈ സമരം തനിക്ക് വൈകാരികമായ ഒരു തലമാണ് നൽകിയിരിക്കുന്നതെന്നും, കാരണം MLA ആയതിനു ശേഷം തൻ്റെ ആദ്യത്തെ അടിയന്തര പ്രമേയം ആശാ വർക്കർമാർക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും അതുകൊണ്ട് ഇവിടെ എത്തേണ്ട ബാധ്യത തനിക്കുണ്ടെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടെങ്കിൽ താൻ വരികയില്ല എന്ന ഉറച്ച നിലപാട് വി.ഡി. സതീശൻ എടുക്കുകയായിരുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയത്. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന് വേദിയിൽ നിന്ന് പോകേണ്ടി വന്നു. അതിനുശേഷമാണ് വി.ഡി. സതീശൻ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തിയത്. ഇന്നാണെങ്കിൽ KPCCയുടെ സമ്പൂർണ്ണ ഭാരവാഹി യോഗം നടക്കുകയുമായിരുന്നു. ഭാരവാഹി യോഗം കഴിഞ്ഞാണ് വി.ഡി. സതീശൻ സമരവേദിയിൽ എത്തിയത്. എന്നാൽ സതീശൻ്റെ ഈ നിലപാടിനെതിരെ കോൺഗ്രസിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമരവേദിയിൽ വന്നാൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം അവിടെ സംസാരിച്ചിട്ട് പൊയ്ക്കോളുമായിരുന്നുവെന്നും വി.ഡി. സതീശന് വേണമെങ്കിൽ അദ്ദേഹത്തോട് മിണ്ടാതെ ഇരിക്കാമായിരുന്നുവെന്നും, എന്നാൽ അദ്ദേഹം ഇറങ്ങിപ്പോയാൽ മാത്രമേ താൻ വേദിയിലെത്തൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമല്ലെന്നുമാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളോടും ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു എന്ന് കരുതുക. അപ്പോൾ വി.ഡി. സതീശൻ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ലേ എന്ന ചോദ്യവും ചില പ്രമുഖ നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഗ്രൂപ്പ് നേതാവായ PC വിശ്വനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം തന്നെ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും രാഹുലിനോട് സംസാരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. വി.ഡി. സതീശനും ആ വഴി പിന്തുടരാമായിരുന്നുവെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വല്ലാതെ ബലം പിടിച്ച് രാഹുലിനെ ഇറക്കി വിട്ടാൽ മാത്രമേ താൻ ആശാ വർക്കർമാരുടെ പരിപാടിയിൽ സമരത്തിൽ സംബന്ധിക്കുകയും സംസാരിക്കുകയും ചെയ്യൂ എന്ന് നിർബന്ധം പിടിക്കുന്നത്, വാശി പിടിക്കുന്നത് ഒരു രാഷ്ട്രീയ പക്വതയല്ല എന്ന നിലപാടിലാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനടക്കം ആ നിലപാടാണ് ഉള്ളത്. എന്നാൽ വി.ഡി. സതീശൻ്റെ കടുംപിടുത്തമാണ് അവിടെ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്. അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഈ സമരത്തെ അഭിസംബോധന ചെയ്യാൻ എത്തിയത്. വളരെ പക്വമായ രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ട സമയത്ത് പോലും വി.ഡി. സതീശൻ ഇത്തരം ബാലിശമായ വികാരങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന പരാതിയാണ് പലപ്പോഴും കോൺഗ്രസിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പോലും ഇത്രയ്ക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് വി.ഡി. സതീശൻ്റെ അവധാനതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളും എടുത്തുചാട്ടവുമായിരുന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും രാഹുലിനെ ആ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടാലേ താൻ അവിടെ വരൂ എന്ന നിർബന്ധം പിടിച്ചത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് ചേർന്നതല്ല എന്ന വാദത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ വി.ഡി. സതീശൻ ആ സമരപ്പന്തലിൽ എത്തിയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.